ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കറിയാം LDC എക്സാമുകൾ തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരുപാട് LDC എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ SI ഉണ്ട്, നവംബറിൽ നടക്കേണ്ട LSGS ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണുന്നൊരു ട്രെൻഡാണ് നമ്മൾ ആ ന്യൂ അപ്പോയിൻമെൻറ്റ്, മേജർ അപ്പോയിൻമെൻറ്റ്സുകളൊക്കെ കറണ്ട് അഫെയറുകളിലായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് നടന്ന മേജർ അപ്പോയിൻമെൻറ്റുകളെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ നോക്കാം RBI ഗവർണർ ആരാണ് എന്നാണ് നമുക്കറിയേണ്ടത്. ശക്തികാന്ത് ദാസാണ്. അദ്ദേഹം 25ാമത്തെ RBI ഗവർണറാണ്. അത് നിങ്ങൾ നോക്കണം, എത്രാമത്തെയാണ്? 25ാമത്തെ RBI ഗവർണറാണ് ആര്? ശക്തികാന്ത് ദാസ്. ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 1.5x എന്തെങ്കിലും സ്പീഡ് കൂട്ടാനുള്ള രീതിയിൽ അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് കാണുക. സമയം നിങ്ങൾ ഒരുപാട് വേസ്റ്റ് ചെയ്യരുത്. മാക്സിമം സ്പീഡിൽ കണ്ടിട്ട് ഇതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, രണ്ടാമത് നോക്കേണ്ടത് SBI ചെയർമാനായിട്ട് ദിനേഷ് കുമാർ ഖാരയാണ്. ആരാണ്? ദിനേഷ് കുമാർ ഖാരയാണ് SBI ചെയർമാൻ. മൂന്നാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് സെക്രട്ടറി ഇവിടെ വരുന്നത് TV സോമനാഥനാണ്. ആരാണ്? TV സോമനാഥനാണ് ഫിനാൻസ് സെക്രട്ടറി. എക്കണോമിക്സ് അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Dr. V അനന്തനാഗേശ്വരനാണ്. എക്കണോമിക്സ് അഡ്വൈസർ Dr. V അനന്തനാഗേശ്വരനാണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ നബാർഡ് ചെയർമാൻ KV ഷാജിയാണ്. നബാർഡ് ചെയർമാൻ ആരാണ്? KV ഷാജിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ കഴിഞ്ഞ LDC LP UP എക്സാമുകളിൽ ഒക്കെ ഈ നബാർഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രസരിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല എക്സാമുകളിലും. അതുകൊണ്ട് തന്നെ നബാർഡിൻ്റെ ചെയർമാൻ ആരാണെന്ന് നിങ്ങൾ മറന്നുപോയത് KV ഷാജിയാണ്. അതുപോലെ തന്നെ സെബിയുടെ ചെയർമാൻ മാധവപുരി ബുച്ചാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളാരാ നോക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് നോക്കേണ്ടത്. കിഷോർ മഖോനയാണ്. ആര്? ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖോനയാണ്, അത് മറന്നു പോകരുത്. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഒന്ന് കിഷോർ മഖോനയാണ്, മറ്റേത് അന്തർ സിംഗ് ആര്യയാണ്. ഇതെന്താണ്? പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അതുപോലെ തന്നെ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പായി പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അടുത്ത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്തത് നോക്കേണ്ടത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് നോക്കേണ്ടത് ഹൻസിരാജ് ഗംഗാരം അഹിറാണ്. എന്ത്? പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേര് ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അത്യാവശ്യം കട്ടിയുള്ള പേരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ദേശീയ ഭിന്നശേഷി വകുപ്പിൻ്റെ നിലവിലെ ചീഫ് കമ്മീഷണർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജേഷ് അഗർവാൾ ആണ്. എന്ത്? ദേശീയ ഭിന്നശേഷി വകുപ്പിൻ്റെ നിലവിലെ ചീഫ് കമ്മീഷണർ ആരാണ്? രാജേഷ് അഗർവാൾ ആണ്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ LICയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥ മഹന്തിയാണെന്ത്? LICയുടെ ചെയർമാൻ. അടുത്തത് നോക്കേണ്ടത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ ആധാർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുടെ പേരാണ് അമിത് അഗർവാൾ. നമ്മളെ ആധാർ എന്നൊക്കെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CEO ആയ അമിത് ഓർമ്മയിൽ വരാൻ സാധ്യമാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ CEO ആയിട്ട് BVR സുബ്രഹ്മണ്യനാണ്. BVR സുബ്രഹ്മണ്യനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്തത് ലോക്പാലിൻ്റെ ചെയർമാൻ ആരാണെന്ന് AM ഖാൻബോക്കർ ആണെന്ത്? ലോക്പാൽ ചെയർമാനായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AGI അല്ലെങ്കിൽ അറ്റോർണിക് ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. എന്ത്? അറ്റോർണിക് ജനറൽ ഓഫ് ഇന്ത്യയുടെ ആള്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? തുഷാർ മേത്തയാണ്. അതുപോലെ തന്നെ DIG അല്ലെങ്കിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റിംഗ് ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. എന്താണ്? CAGയുടെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആള് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്.
അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ SSCയുടെ ചെയർമാൻ, നമ്മുടെ SSCയുടെ ചെയർമാൻ ആരാണെന്ന് നോക്കുകയാണ്. നമുക്കറിയാം രാകേഷ് രഞ്ജനാണെന്ത് SSCയുടെ ചെയർമാൻ. അതുപോലെ തന്നെ UGCയുടെ ചെയർമാൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? മമിതല ജഗദീഷ് കുമാറാണ്. മമിതല ജഗദീഷ് കുമാറാണ്. ഈ ഒരു 3 UGC എന്നുള്ള പോലെ തന്നെ ഇത് 3 പേരിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്ട് പഠിക്കുക, മമിതല ജഗദീഷ് കുമാർ എന്ന്. അപ്പോൾ അത് സെറ്റാണ്. അടുത്തത് NCERTയുടെ ഡയറക്ടർ ആരാണ്? ദിനേശ് പ്രസാദ് സ്ക്ലാനിയാണ്. എന്താണ്? NCERTയുടെ ഡയറക്ടർ. CBSE ചെയർമാൻ രാഹുൽ സിംഗ് ആണ്. അതുപോലെ തന്നെ ISROയുടെ, നമ്മുടെ ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ. ഇത് കറക്റ്റ് പഠിച്ചു പോക്കോ. ഇത് PSCക്ക് ചില സമയത്ത് ഈ ചൂട കുറവാണ്, ചൂട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ പോലെ പല പല എന്താണ് ഓപ്ഷൻസുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ വൈ ചൂട, ഈ ചൂട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, PSC എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനോട് കൂടെ തന്നെ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ എന്ന് എന്ത് ചെയ്യുക, ഇതിൻ്റെ എക്സ്പാൻഷനും കൂടെ പഠിച്ചു പോക്കോ. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരലാൽ സമാരിയയാണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്. അദ്ദേഹം 25ാമത്തെ എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇവിടെ ചോദിക്കേണ്ടത് ഈ 25th ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന ചോദ്യം ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യുക ചോദ്യങ്ങളിൽ കാണാൻ പറ്റുക. അപ്പം മറക്കരുത്, രാജീവ് കുമാർ 25th ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷണർ ആരാണ്? വിജയ് കുമാർ സയാനിയാണ്. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മ. അതൊക്കെ നോട്ട് ചെയ്തോ, അത് കൃത്യമായിട്ട് ചോദിക്കാൻ സാധിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BN ഗംഗാധറാണ്. BN ഗംഗാധറാണ്, അത് മറന്നുപോയത്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ BN ഗംഗാധരാണ്. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ഇത് PSCയുടെ ഒരു ഫേവറേറ്റ് ആളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അരവിന്ദ് പനഗിരിയ എത്രാമത്തതാണ്? 16th ആണ്. നിങ്ങളത് മറക്കരുത്. 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയാണ്, മറന്നു പോകരുത്. ഫിനാൻസ് കമ്മീഷൻ സെക്രട്ടറി ഋത്തിക് പാണ്ഡെയാണ്. ആരാണ്? ഋത്തിക് പാണ്ഡെയാണ് ഫിനാൻസ് കമ്മീഷൻ സെക്രട്ടറി. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ, ഇതൊന്ന് നോട്ട് ചെയ്തോ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവയാണ്. ഇത് ചോദ്യം ചോദിക്കാൻ മോസ്റ്റ് പ്രോബബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്തോ, നോട്ട് ചെയ്തോ. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ രഞ്ജിത്ത് വസന്ത റാവു ആണ്. രഞ്ജിത്ത് വസന്ത റാവു ആണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ രഞ്ജിത്ത് വാസന്ത റാവോയാണ്. അത് മറക്കരുത്. കൃത്യമായിട്ട് ഈ പറഞ്ഞ ആളുകളെയൊക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പോവുക. അടുത്ത ചോദ്യം ഇതാണ്. കേന്ദ്ര അറ്റോമിക് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മെഹന്തിയാണ്. ആരാണ്? അജിത് കുമാർ മെഹന്തിയാണ് കേന്ദ്ര അറ്റോമിക് കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മെഹന്തി. അടുത്തത് നോക്കാം. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഡയറക്ടർ വിവേക് ഭാസിയാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടർ. ബാക്കിൻ്റെ ഡയറക്ടർ ആരാണ്? വിവേക് ഭാസിയാണ്. ഓക്കെ, സെറ്റ്. സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ കുമാർ നാരായണ. സെൻസസ് കമ്മീഷന്റെ ചെയർമാന് മൃത്യുഞ്ജയ കുമാർ നാരായണയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. വിജിലൻസ് PVC അല്ലെങ്കിൽ CVC ഈ ഒരു വാ എന്നൊക്കെ കണക്ട് ചെയ്തിട്ട്. അടുത്തത് റെയിൽവേ ബോർഡ് CEO ജയവർമ്മ സിൻഹ. റെയിൽവേ ബോർഡ് CEO ആരാണ്? ജയവർമ്മ സിൻഹയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദാണ്. ആരാണ്? അജയ് കുമാർ സൂദാണ്. ഇത് നാഷണൽ മാരിടൈം ബോർഡ് ചെയർമാൻ അഡ്മിറൽ R ഹരികുമാറാണ്. നാഷണൽ മാരിടൈം ബോർഡ് ചെയർമാനായിട്ട് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ആഭ്യന്തര സെക്രട്ടറി എന്ന് പറഞ്ഞ അജയ് കുമാർ ബല്ല. അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗവ.
പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്ര, ഡിഫൻസ് സെക്രട്ടറി ഗിരിധർ, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവോയൽ, അതുപോലെ തന്നെ DRDO ചെയർമാൻ സമീർ വി കമ്മത്ത്. അടുത്ത ആള് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ജനറൽ അനിൽ ചൗഹാനാണ്. ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ് ചീഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. ആർമി ചീഫായിട്ട് നിലകൊള്ളുന്നത് ജനറൽ ഉപേന്ദ്ര ആണ്. നേവി ചീഫായിട്ട് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയാണ്. എയർഫോഴ്സ് ചീഫ് ആരാണ്? എയർ ചീഫ് മാർഷൽ വിവേക് ചൗധരിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് ഘോഷ്കാണ്. അതുപോലെ തന്നെ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ പ്രൊഫസർ വി നാഗദാസ് ആണ് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ വിട്ടുപോകരുത്. അടുത്ത് നോക്കാം. സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സന്ധ്യ ഉരേച്ചയാണ്. അതുപോലെ തന്നെ നാഷണൽ ഫിലിം അക്കാദമി ചെയർമാൻ ഡോക്ടർ പോൾ മണലിലാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നമ്മുടെ PT ഉഷയാണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ BCI പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. അതുപോലെ തന്നെ BCI സെക്രട്ടറി ജയ്ഷയാണ്. ഇത് ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്, നിങ്ങൾ മറന്നു പോകരുത്. BCI സെക്രട്ടറി ഇപ്പോൾ ICCയുടെയും കൂടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ന്യൂ അപ്പോയിൻമെൻ്റ് ആണ് ആര്? ജയ്ഷ. ഓക്കെ. അതുപോലെ തന്നെ AF പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കല്യാൺ ചോബയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ച എല്ലാ എക്സാമുകളിലെയും കറണ്ട് അഫയേഴ്സിനൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ എല്ലാ ഏരിയയിൽ നിന്നും അത്യാവശ്യം നമ്മളതിനെ പിടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫെയർസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് മേജർ അപ്പോയിൻമെൻറ്റ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ICC പ്രസിഡന്റ് ജയ്ഷ, അതുപോലെ തന്നെ ഒരുപാട് ന്യൂ അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LDC മലപ്പുറം, വയനാട്, കോഴിക്കോട്, കോട്ടയൊക്കെ എഴുതാൻ ഇനി നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക്, അതുപോലെ തന്നെ SI, അതുപോലെ തന്നെ LSGS ഈ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് കറണ്ട് അഫെയർ എന്ന ഭാഗത്തിൽ നിന്ന് കൃത്യമായിട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. കൃത്യമായിട്ട് ആ കറണ്ട് അഫെയർസിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക്സ്.